ഹലോ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല മഴയൊക്കെയാണ് കേട്ടോ. ഇന്ന് ഈ വീഡിയോ തന്നെ ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇടാനുള്ള ഇത് കിട്ടിയില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ റേഞ്ചിൻ്റെ പ്രശ്നവും നെറ്റ് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ നമ്മളെ കൂണിൻ്റെ ഒരു തീയൽ വെക്കുകയാണ് കേട്ടോ. അന്നേരം രാവിലത്തെ ചില്ലറ പരിപാടികളുണ്ട്. ചക്കരയാണ് കൂണൊക്കെ എനിക്ക് വൃത്തിയാക്കി തരുന്നത് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കൂണ് വൃത്തിയാക്കലൊക്കെ. പിന്നെ ഇന്ന് രാവിലെ ദോശയും നമ്മളെ ചട്നിയാണ് ഉണ്ടാക്കിയത്. അത് ആ മക്കൾക്ക് രാവിലത്തേക്ക് വേഗം അതാക്കി. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കി. പൊന്നൂന് ചോറ് കൊണ്ടുകൊണ്ട് അവരൊക്കെ രാവിലത്തെ പരിപാടി. നമ്മളെ കൂണൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. നമുക്ക് ഈ പുഴുവും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നില്ല, കാട്ടിൽ നിന്ന് കിട്ടുന്നല്ലേ. അന്നേരം അത് എന്തായാലും എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയി കിട്ടണമെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടേക്കണം. പിന്നെ ഞാൻ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് ഏറ്റവും ബെറ്റർ. ചെറിയുള്ളി ഇല്ല, അതുകൊണ്ട് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു ചെറിയൊരു കഷ്ണവും കൂടെ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വയ്ക്കുക, കടുക് ഇടുക, നമ്മളെ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഞാൻ തേങ്ങ വറക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ കൂണ് തീയൽ വെക്കുന്നത്. ഞാൻ വിചാരിച്ചു ലേശല്ലേ കിട്ടിയിട്ടുള്ളൂ, എന്ന് ഇവർക്ക് റോസ്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കല്. അന്നേരം ഇങ്ങനെ വെച്ചാകുമ്പോൾ ഒരു ദിവസത്തേക്കുള്ള കറിയും അങ്ങോട്ടായി. ഇങ്ങനെ വെക്കുന്നവർക്ക് വലിയ ഇഷ്ടമില്ല. എന്നാൽ ഇവർക്ക് ചാറ് കറിയായിട്ട് കൂണൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇവർക്ക് ആ കൂണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ ഇവർക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചാറ് കറിയാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ. കാണിച്ചു കൊടുത്ത് ഇത് കാണിക്കാൻ പറ്റില്ലതാ. അന്നേരം കുഞ്ഞാപ്പൂ ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പോക്രായം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിവതും ചട്ടിയിൽ ഉണ്ടാക്കുക, വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുക. ഇതൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ നാടൻ കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. കഴിയുന്ന വിറകടുപ്പിലും കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ മഴയായതുകൊണ്ടാണ് വിറകടുപ്പിലേക്ക് വെക്കാൻ അങ്ങോട്ട് ഇറങ്ങാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞാപ്പൂ എൻ്റെ പുറത്ത് ഇറങ്ങി വരും. പിന്നെ വെള്ളത്തിക്കളിയായി അതായി ഇതായി അവളെ കൊണ്ട് 110 പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് പിന്നെ അടുപ്പത്ത് തന്നെ വെക്കുന്നത്. പിന്നെ പുറത്ത് നല്ല തണുപ്പുമാണ്. അന്നേരം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി കൊടുക്കട്ടെ, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം അവിടെ മൂടി വെക്കുക. തേങ്ങ അപ്പുറത്ത് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ അടുപ്പിൽ പിന്നെ സിമ്മിലാണ് കത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതിലല്ല, വലിയ അടുപ്പിലാട്ടോ ഞാൻ വെച്ചത്. സിമ്മിൽ ഇപ്പുറത്ത് ഉള്ളിയാണ് വാട്ടാൻ വെച്ചത്. എന്നാലും ഇത് സിമ്മിലിട്ട് വെച്ചേക്കാം കേട്ടോ. മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. മഴയൊക്കെ എല്ലായിടത്തും നല്ലോണം ഉണ്ട്, തകൃതിയായ മഴയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. പിന്നെ ചക്കര വണ്ടിയിലാണ്, പൊന്നൂസാണ് നടന്നു പോയി നനഞ്ഞു കുളിച്ചിട്ടാട്ടോ വരിക. കോട്ടൊക്കെ എന്തെങ്കിലും മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ തന്നെ അവൾ സമ്മതിക്കൂല. അവൾ സമ്മതിക്കുകയില്ല. ഒരു വലിയ കുട്ടികളായി കഴിഞ്ഞതിന് ശേഷം പിന്നെ കോട്ടൊന്നും ഇടൂല്ലല്ലോ, പിന്നെന്ത് ചെയ്യാനാ. കുഞ്ഞാപ്പുവാണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്തൊക്കെയോ പൊല്ലാപ്പ് ഒപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വോയിസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവളെ കിണുകിണ് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നിട്ടാണ് വോയിസ് ഇടുന്നത്. അന്നേരം വോയിസ് ഇട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്താലും മതിയല്ലോ എന്ന് വിചാരിച്ച്. മഴയത്തൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെയ്യും. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. പുറത്ത് പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴേൻ്റെ സൗണ്ട് കൊണ്ട് അതിൻ്റെ അരപ്പ് വേറെ, കൊതുക് വേറെ, എല്ലാം കൂടെ പ്രശ്നങ്ങളാണ്. ഒരു തേങ്ങ ഒരുവിധം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അന്നേരം മൂത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ലേശം പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ അകത്ത് അരച്ചെടുക്കുക. ഇഞ്ചി ഇവിടെ ഇങ്ങനെ കടുകടുന്ന് കടിക്കുന്നൊന്നും ഇഷ്ടമില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചതച്ച പേസ്റ്റൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അന്നേരം അതൊക്കെ ഒരു രണ്ടാം പണിയല്ല വിചാരിച്ചാൽ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടി അങ്ങോട്ട് അരച്ചാൽ മതിയല്ലോ. അന്നേരം സംഭവം ഒരിട്ട് പണിക്ക് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇഞ്ചിൻ്റെ പേസ്റ്റ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും. നമുക്ക് വെളുത്തുള്ളി പിന്നെ ഇവർക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇഞ്ചിയാണ് ഇഷ്ടമില്ലാത്ത. ഇഞ്ചി കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. അതൊരു ഉള്ളി ഇതാ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പൂന് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കറിയിൽ കടുക് ഉണ്ടാകാൻ പാടില്ല. ഒരു കടുക് എവിടെയെങ്കിലും കിടന്ന് കഴിഞ്ഞാൽ അതിനെ പെറുക്കി കളയാതെ ഈ കുട്ടി പിന്നെ ആ ഭക്ഷണം കഴിക്കൂല. അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടി. ആദ്യം അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ കടുക് ഉണ്ടെങ്കിൽ ആ ഉപ്മാവിനെ ഇവരെന്താക്കും, ഓരോരോ മനുഷ്യൻ്റെ രൂപം പോലെ ആക്കി കൊടുക്കും കുട്ടികളായിട്ട്. അതിന് കണ്ണ് മൂക്കൊക്കെ ഈ കടുക് എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ കഴിക്കും. ഇപ്പോൾ കടുക് പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസിൻ്റെ ചോറ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇന്നതാ പയറുപ്പേരിയാണ് ആക്കിയത്. അന്നേരം ഈ ദോശയൊക്കെ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താക്കി, ഒരു മുട്ട ഉണ്ടായിരുന്നു, അതും ഒന്ന് വറുത്ത് കൊടുത്തു കേട്ടോ. മുട്ട ഒരു 10 20 വാങ്ങിക്കൊണ്ട് വെക്കല. എന്ന് വെച്ചാൽ ചോറ് രാവിലെ കൊണ്ടുപോകുമ്പോൾ എളുപ്പത്തിന് അങ്ങ് ആക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് മുട്ട കൊണ്ടക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുട്ട കൊണ്ടക്കലില്ല. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അന്ന് 20 കൊണ്ടുവന്നിട്ട് ലാസ്റ്റത്തെ മുട്ടയാണ് കേട്ടത്. അതിനിപ്പോൾ മുട്ട മേടിച്ചിട്ട് വേണം. അന്നേരം അത് അങ്ങ് അവൾക്ക് വറുത്ത് കൊടുക്കും. അന്നേരം ചക്കരക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. ചേച്ചിക്ക് മാത്രം എന്താ മുട്ട വറുത്ത് കൊടുക്കുന്നത്, ഞങ്ങൾക്കില്ലേന്ന് എന്നിട്ട് അടി കൂടും. കുഞ്ഞാപ്പൂനും വേണം. അന്നേരം എന്നും ഓരോ കഷ്ണം കൊടുത്ത സ്കൂളിൽ പിള്ളേരൊക്കെ ഉള്ളല്ലേ, ഇവരെല്ലാവരും ഷെയർ ചെയ്തല്ലേ കഴിക്കാൻ. അന്നേരം അവർക്ക് ഇച്ചിരി വലുത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് തികയില്ല.
കുഞ്ഞാച്ചുവിന് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. അന്നേരം ഞാൻ നേരത്തേക്ക് ലേശം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ സിമ്മിലിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പല പരിപാടിക്കും പോട്ടെ. രാവിലെ 4 കൈയല്ല 10 കൈ ഉണ്ടെങ്കിലും തികയില്ല എന്ന് പറയില്ല. എത്ര രാവിലെ എണീറ്റാലും രാവിലത്തെ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ. അല്ല അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. അന്നേരം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് മസാല കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവ് മതിയാവും. എനിക്ക് അങ്ങനെ ഒന്നും കറക്റ്റായിട്ടൊരു അളവില്ല. എനിക്ക് തോന്നും പോലെ അങ്ങോട്ട് ഇടും. എന്താ വെച്ചാൽ എനിക്ക് കാണുമ്പോൾ നമുക്ക് ഇത്ര സാധനത്തിന് ഇത്ര മതിയാവും എന്നൊരു തോന്നലുണ്ടാവില്ലേ, കയ്യളവ് എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ എനിക്ക് അങ്ങനെയാണ്. അന്നേരം പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. എന്നാൽ ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ 3-4 മണി അത് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചതായിരുന്നു. പെട്ടെന്ന് ഇറച്ചിയൊക്കെ കറി വെക്കും, പൊടിക്കാൻ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ലല്ലോ, അന്നേരം ഞാൻ പൊടിച്ച് വെക്കും കുറച്ച്. അന്നേരം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് എടുത്തിട്ട് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ തേങ്ങ വറുത്തതൊക്കെ അരയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുക. അധികം വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ മിക്സീൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ വെള്ളം കൂട്ടി അരയ്ക്കലുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മിക്സീൻ്റെ 2 ജാറിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് പൊളിഞ്ഞു വന്നു കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് ഒരു ദിവസം താഴെ വീണിട്ട് ഒരു ഭാഗം പൊട്ടിയായിരുന്നു. പിന്നെ അത് ഒപ്പിച്ച് വെച്ചൊക്കെ അരച്ച് ഇപ്പം നോക്കുമ്പോൾ പൊളിഞ്ഞു വന്നു. ഇപ്പോൾ അരി അരയ്ക്കാൻ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പോൾ അതൊന്ന് മാറ്റി മേടിക്കണം. എൻ്റെ അടിഭാഗം ഒന്ന് നന്നാക്കുന്നിടത്ത് കൊണ്ടുപോയി മാറ്റണം. അന്നേരം കൂണ് കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടില്ല, നന്നാക്കിയൊക്കെ വന്ന് വൃത്തിയായി കഴിയുമ്പോൾ സംഭവം ഇത്രയേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടിതാ അത് നമ്മൾ ഉള്ളി വാടിയയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൂണും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ ക്ലാരിറ്റീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ഓരോ ലൈക്കും കൂടെ തരണം കേട്ടോ. അന്നേരം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കഴിവതും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ വീഡിയോ കഴിവതും നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്നുള്ള വിധത്തിൽ ഞാൻ 1.5 വീഡിയോ ഇടുന്നുള്ളൂ. അതിൽ നമുക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈവ് ഇടുന്നുണ്ട്. ലൈവ് ഇടുമ്പോൾ വീഡിയോസൊക്കെ ക്ലിയർ കുറവാണ്, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കഴിയുന്ന എല്ലാവരും വീഡിയോ ലൈവിലൊക്കെ കയറാൻ നോക്കുക, കമൻ്റ് ഇടുക. ഓക്കെ. പിന്നെ നമ്മളെ കൂണ് വാഴണ്ടി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. കൂണാകുമ്പോൾ പിന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ. വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കൂണിൻ്റെ അകത്ത് നിന്ന്. കൂണിന് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രാവിലെ കിട്ടും കേട്ടോ. അന്നേരം രാവിലെ ഞാൻ ഇടയ്ക്കൊന്ന് കയറി നോക്കും. രാവിലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്ന് കയറി നോക്കും. എന്താ വെച്ചാൽ രാവിലെ കയറി നോക്കുമ്പോൾ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊന്നൂന് രാവിലെ എളുപ്പമായല്ലോ വെച്ചിട്ട് അവൾക്ക് വേഗം അത് വാട്ടിക്കൊടുത്ത് അവൾക്ക് ചോറിനുള്ള കറിയാവും. അത് മിക്ക ദിവസം കിട്ടും, 1-2 കിട്ടും കേട്ടോ. അവരെ പോകാനുള്ള മടിയുണ്ട്. രാവിലെ മഴയൊക്കെ ആണെങ്കിൽ പോകാൻ മടിയാവും കേട്ടോ. എന്നാലും പോയി നോക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ പോയിട്ട് നോക്കിയിട്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ശീലം പോലെയാവും. അന്നേരം അങ്ങനെ നോക്കും. ഇടയ്ക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് മാത്രമേ നോക്കുള്ളൂ, ദൂരത്ത് എവിടെയും പോയി നോക്കൂല, അടുത്ത് തന്നെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂന് ചില നേരത്ത് നല്ല ഇഷ്ടമാണ്, ചില നേരത്ത് അവൾ തിന്നൂല. അങ്ങനത്തെയൊക്കെ ഒരു കളിയാണ് അവൾക്ക്. പൊന്നൂനും ചക്കരക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കറി തേങ്ങ അരച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ കറി ഒന്ന് കുറുകി വരും കേട്ടോ. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചല്ലേ, ഒന്ന് കുറുകൽ വരും ആയി കഴിയുമ്പോൾ. അന്നേരം പിന്നെ കറിയിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി സൂപ്പറാണ്. കൂണ് കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കട്ടോ. നാടൻ കൂണാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂണാണെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.